DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ IV ബാലകൃഷ്ണൻ IC ബാലകൃഷ്ണൻ MLA, DCC പ്രസിഡന്റ് ND അപ്പച്ചൻ അടക്കമുള്ളവരെ പ്രതി ചേർത്തേക്കും. ഇന്നലെ പോലീസ് കേസിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയിരുന്നു. അതേസമയം വയനാട് സുൽത്താൻ ബത്തേരി അർബൻ ബാങ്ക് നിയമനക്കോഴയിൽ ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തു. രതീഷ് വാസുദേവൻ വിശദാംശങ്ങളുമായി. രതീഷ്, ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എന്താണ്? ഇത് ഇന്നലെ നിർണായകമായ ആത്മഹത്യാ പ്രേരണ കുറ്റം കൂടെ ഈ വിഷയത്തിൽ പോലീസ് പ്രത്യേക അന്വേഷണ സംഘം ചാർജ് ചെയ്തു എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ആത്മഹത്യാ കുറിപ്പിൽ അതുമായി ബന്ധപ്പെട്ട് NM വിജയൻ എഴുതിയ കത്തുകളിലൊക്കെ അടിസ്ഥാനമാക്കിയാണ് ഇത്തരത്തിൽ അസ്വാഭാവിക മരണത്തിന് ആദ്യം കേസെടുത്ത പോലീസ് അതിന് കൂടെ ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം കൂടി ചേർത്തിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ ഈ പട്ടികയിൽ കത്തിലും മറ്റും ആത്മഹത്യക്കുറിപ്പിലും ഒക്കെ പരാമർശിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട നേതാക്കൾ പ്രധാനമായും ND അപ്പച്ചൻ, ബത്തേരി MLA IC ബാലകൃഷ്ണൻ, KK ഗോപിനാഥ് തുടങ്ങിയ ആളുകളുടെ പേരുകളാണ് പ്രധാനമായും പരാമർശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരിലേക്ക് കൂടി എത്താൻ തരത്തിലുള്ള മൊഴിയെടുത്ത് പ്രതി ചേർക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. വരും ദിവസങ്ങളിൽ അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട മൊഴിയെടുപ്പ് പോലീസ് പ്രത്യേക അന്വേഷണ സംഘം വളരെ ദ്രുതഗതിയിൽ ഇതിന്റെ ഭാഗമായി സമാന്തരമായി നടത്തുന്നുണ്ട്. വിജിലൻസിന്റെ അന്വേഷണം നടക്കുന്നതോടൊപ്പം ഇത്തരത്തിലുള്ള പരിശോധനയും നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയത് ഇത്തരം മൊഴികളുടെയും തെളിവുകളുടെ അടിസ്ഥാനത്തിലാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ IC ബാലകൃഷ്ണൻ, ND അപ്പച്ചൻ തുടങ്ങിയ പ്രധാനപ്പെട്ട ആളുകളിലേക്ക്, KK ഗോപിനാഥൻ തുടങ്ങിയ ആളുകളിലേക്ക് ആത്മഹത്യാ പ്രേരണ കുറ്റമടക്കം ചുമത്താനുള്ള സാധ്യതയുണ്ട് വരും ദിവസങ്ങളിൽ. അത്തരം സൂചനകളാണ് ലഭിക്കുന്നത്. അതിനിടയ്ക്ക് കാർഷിക വികസന ബാങ്കിൽ ജോലി നൽകാമെന്ന് പറഞ്ഞ് പണം വാങ്ങിയെന്ന പേരിൽ ഒരു കേസ് കൂടി എടുത്തിട്ടുണ്ട്. KK ഗോപിനാഥൻ, KM വർഗീസ് തുടങ്ങിയവർക്ക് കോൺഗ്രസ് നേതാക്കൾക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. മാളിക സ്വദേശി ഷാജി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. പണം നൽകി തന്റെ മകനെ സ്ഥിരം ജോലി നൽകാം, കാർഷിക വികസന ബാങ്കിൽ സ്ഥിരം ജോലി നൽകാമെന്ന് പറഞ്ഞാണ് പണം വാങ്ങിയത്. അതുമായി ബന്ധപ്പെട്ടാണ് ഒരു പുതിയ കേസ് കൂടി വന്നിട്ടുള്ളത്. എന്തായാലും അർബൻ ബാങ്കിൽ മാത്രമല്ല ഇതര ബാങ്കുകളിലും ഇത്തരം നിയമന അഴിമതി നടന്നിട്ടുണ്ട് എന്നുകൂടി പോലീസ് ഈ ഘട്ടത്തിൽ കണ്ടെത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് കൂടുതൽ കേസുകൾ എടുക്കുന്നത്. എന്തായാലും NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ആത്മഹത്യാ പ്രേരണ കുറ്റം കൂടി ചുമത്തിയ സാഹചര്യത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളിലേക്ക് കൂടി കത്തുകളിൽ പേര് പരാമർശിച്ച പ്രധാനപ്പെട്ട നേതാക്കൾക്ക് കൂടി ഈ കേസ് എത്തിച്ചേരും. അവരെ അറസ്റ്റ് ചെയ്തും അല്ലെങ്കിൽ അവർക്കെതിരെ കേസെടുക്കാനുള്ള സാധ്യതയും അടുത്തു വരുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ പറയാവുന്നത്. ആതിര, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് വലിയ പ്രതിരോധത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാകുന്നത്. രതീഷ് തുടരുന്നുണ്ട്. രതീഷ്, ഈ കത്തിൽ പരാമർശിച്ച പ്രതി ചേർക്കപ്പെട്ട ആരോപണ വിധേയരായ ആളുകളോട് കോൺഗ്രസിന്റെ KPCCയുടെ നിലപാട് എന്തായിരിക്കും ഇനി? KPCC ഉപസമിതി കഴിഞ്ഞ ദിവസം തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ NM വിജയന്റെ വീട്ടിലുൾപ്പെടെ സന്ദർശിച്ച് കുടുംബാംഗങ്ങളോട് സംസാരിച്ചിരുന്നു. പ്രശ്നപരിഹാരം ഉണ്ടാവും, കുടുംബങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾ പറഞ്ഞത് കേട്ടിട്ടുണ്ട്, ഇനി കുഴപ്പങ്ങൾ ഉണ്ടാക്കില്ല, അതായത് എല്ലാ പ്രശ്നങ്ങളും കോൺഗ്രസിന്റെ നേതൃത്വം പരിഹരിക്കും എന്നുള്ള ഒറ്റവാക്കിലെ ഉത്തരമാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നൽകിയത്. മറ്റു കാര്യങ്ങളിലേക്ക് പോയിട്ടില്ല. സാമ്പത്തികം തിരിച്ചു കൊടുക്കുമോ, മറ്റു നടപടികൾ ഉണ്ടാകുമോ എന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്നുള്ള ഒറ്റവാക്കിൽ ഉത്തരം പറഞ്ഞ് അവിടുന്ന് മാറുകയാണ് KPCC നേതൃത്വത്തിന്റെ ചുമതലയുണ്ടായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിരോധത്തിലാവും കോൺഗ്രസ് എന്ന ഉറപ്പാണ്. IC ബാലകൃഷ്ണൻ, ND അപ്പച്ചൻ തുടങ്ങിയ പ്രധാനപ്പെട്ട നേതാക്കൾ ഈ ഇത്തരത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെ ചാർത്തപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും KPCC നേതൃത്വം പ്രതിരോധത്തിലാവും. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രശ്നപരിഹാരം ഉണ്ടായി എന്ന തോന്നൽ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ഇടപെടലിന്റെ ഭാഗമായി കൂടി തന്നെയാണ് ഉപസമിതി വളരെ പൊടുന്നനെ വീട് സന്ദർശിക്കുകയും വീട്ടുകാരെ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ സ്വാന്തനപ്പെടുത്തുകയും ചെയ്തത് എന്നാണ് മനസ്സിലാക്കുന്നത്. KPCC ഈ വിഷയം കൂടുതൽ സമ്മർദ്ദമായി തന്നെ എടുത്തിട്ടുണ്ട്. സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റിക്കും വലിയ തലവേദനയായി ഇത് മാറിയിട്ടുണ്ട് എന്നതിന്റെ സൂചന കൂടിയാണ് വളരെ പൊടുന്നനെ ഈ സംഘം ഇവിടെ എത്തി വീട്ടുകാരെ സമാധാനിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഈ ഇത്തരം പ്രധാനപ്പെട്ട നേതാക്കളിലേക്ക് വരുന്നത് വലിയ പ്രയാസങ്ങൾ പാർട്ടിയിൽ ഭാവിയിൽ ഉണ്ടാക്കുമെന്ന തിരിച്ചറിവ് കോൺഗ്രസിനുണ്ട്. അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു ആദ്യഘട്ടം എന്ന നിലയിൽ തന്നെയാണ് ഈ NM വിജയന്റെ കുടുംബത്തെ തങ്ങൾ ചേർത്ത് നിർത്തുന്നു, പ്രശ്നപരിഹാരമുണ്ട് എന്ന തരത്തിൽ വന്ന് വിശദീകരിക്കേണ്ട സാഹചര്യം ഉണ്ടായത്. എന്തായാലും
അല്ല, അത് ഈ സാഹചര്യത്തിൽ വളരെയധികം സമ്മർദ്ദങ്ങൾക്ക് വിധേയപ്പെട്ട് പറയുന്നതാണ്. കാര്യം നമുക്കറിയാവുന്നതുപോലെ ഈ കുടുംബം വളരെ വലിയ ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ നേതൃത്വത്തിനെതിരെ ഉന്നയിച്ചുകൊണ്ടിരുന്നത്. ഈ സാമ്പത്തിക ബാധ്യതയുമായി ബന്ധപ്പെട്ടൊക്കെ ഈ കോൺഗ്രസ് നേതാക്കൾക്ക് വ്യക്തമായ അറിവുണ്ടായിരുന്നു എന്നതടക്കം കത്തടക്കം പുറത്തുവിട്ടാണ് ഈ കുടുംബം ആരോപിച്ചുകൊണ്ടിരുന്നത്. ആ ഘട്ടത്തിൽ ഞാൻ ചോദിക്കുന്നത്, ഈ പ്രതിപട്ടികയിൽ ഇപ്പോൾ ഈ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളുണ്ടല്ലോ ഈ പ്രതിപട്ടികയിൽ, ആ നേതാക്കളോട് കോൺഗ്രസ് നേതൃത്വത്തിന്റെ സമീപനം എന്തായിരിക്കും ഇനി? തീർച്ചയായും സാങ്കേതികമായി ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം ഉൾപ്പെടെ പ്രതിരോധിക്കുന്നത് ഈ കത്തിന്റെ വിശ്വാസ്യത സംബന്ധിച്ചാണ്. എന്നാൽ ഈ വിശ്വാസ്യത ഉറപ്പുവരുത്തുന്ന നടപടികളുമായിട്ടാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും നിയമ നടപടികളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയാൽ ഈ നേതാക്കളെ മാറ്റി നിർത്തുക, തള്ളിക്കളയുക എന്ന നിലപാടിലേക്ക് KPCC നേതൃത്വത്തിന് ഉൾപ്പെടെ മാറേണ്ടി വരും. കാരണം കോൺഗ്രസിനാകെ തന്നെ പ്രതിസന്ധിയും പ്രയാസങ്ങളും ഉണ്ടാക്കുന്ന വലിയൊരു വിഷയമായി ഇത് മാറിയ സ്ഥിതിക്ക് ഈ നേതാക്കൾക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ വന്നു കഴിഞ്ഞാൽ അതിനെ തള്ളിക്കളയാൻ കഴിയില്ല. അത്തരം ചില സൂചനകൾ നടപടി ഉണ്ടാവും, അത് മുഖം നോക്കാതെ ഉണ്ടാവും എന്നുള്ള സൂചനകളൊക്കെ ചില നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. ഈ പ്രതിരോധം നാമമാത്രമാണ് ഈ വിഷയത്തിൽ നേതാക്കളെ ചേർത്ത് പിടിക്കുന്നത്. ഒരു പരിധിവരെ മാത്രമേ ഈ KPCC നേതൃത്വത്തിനും സാധിക്കുകയുള്ളൂ. ഈ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിൽ തെളിവുകളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഇവർ പ്രതി ചേർക്കപ്പെട്ടാൽ സ്വാഭാവികമായും ഇവരിലേക്ക് നടപടി അടക്കം എടുക്കുന്ന സാഹചര്യം ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. അത്തരം ചില സമ്മർദ്ദങ്ങൾ കോൺഗ്രസിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാവുന്നുണ്ട് എന്നതും കൂടെയാണ്. അതുകൊണ്ട് ഇവരെ ചേർത്ത് നിർത്തുക എന്നത് സാങ്കേതികമായി അല്ലെങ്കിൽ ഈ സംഘടനാപരമായി ഒന്നും KPCC നേതൃത്വത്തിന് കഴിയുമോ എന്ന് ഈ ഘട്ടത്തിൽ സംശയമുണ്ട്. അതിരാ അതുതന്നെയാണ്. എന്തായാലും KPCC നേതൃത്വം കുടുംബത്തെ പോയി കണ്ടു, കുടുംബവുമായി ചർച്ച നടത്തി, കുടുംബത്തിനൊപ്പമുണ്ട് എന്നൊക്കെയുള്ളൊരു പ്രതീതി വരുത്തുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ. എന്നിരുന്നാൽ തന്നെയും പ്രധാനപ്പെട്ട നേതാക്കൾ ഇതിൽ പ്രതി ചേർക്കപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ആത്മഹത്യാ പ്രേരണ കുറ്റം അടക്കം അവർക്കെതിരെ ചുമത്തിയേക്കാം എന്നൊക്കെയുള്ള സൂചനകളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഇതൊക്കെ എത്തരത്തിലാണ് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുക, ഇതിനെന്തൊക്കെ വിശദീകരണമാണ് കോൺഗ്രസ് നേതൃത്വം നൽകുക എന്നൊക്കെയുള്ളത് വരും മണിക്കൂറുകളിൽ മനസ്സിലാകും. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു വയനാട്ടിൽ നിന്ന് രതീഷ് വാസുദേവൻ.